വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി ഗോപൻ. അപകടത്തിൽ പ്രധാന അധ്യാപികയുടേത് ഗുരുതര വീഴ്ചയെന്ന് DGE റിപ്പോർട്ട്. കൊല്ലം തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ച. സംഭവത്തിൽ DGE അന്തിമ റിപ്പോർട്ട് കൈമാറി. സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ പ്രോട്ടോകോൾ ഒന്നും ഉറപ്പാക്കിയിട്ടില്ല. സംഭവത്തിൽ ഹെഡ് മാസ്റ്ററുടെ വീഴ്ചയെ പറ്റിയും റിപ്പോർട്ടിൽ പറയുന്നു. ലൈൻ അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. സ്കൂളിലെ അനധികൃത നിർമ്മാണം തടയാനും സാധിച്ചിട്ടില്ല. സംഭവത്തിൽ സ്കൂളിനും KSEBിക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കാലങ്ങളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും അനങ്ങിയില്ല. അപായ ലൈനിന് കീഴെ സ്കൂൾ ഷെഡ് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ പരിശോധനയില്ലാതെയാണെന്ന് കണ്ടെത്തി. അതേസമയം സംഭവത്തിൽ പ്രധാന അധ്യാപകനെതിരെ അടക്കം നടപടി വരും. കുട്ടിയുടെ അമ്മ സുജ നാട്ടിൽ എത്തും വരെ മിഥുന്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും. തുർക്കിയിലുള്ള അമ്മ നാളെ രാവിലെ നാട്ടിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമ്മ എത്തുന്ന മുറയ്ക്ക് സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കും. വിദ്യാർത്ഥിയുടെ മരണത്തിൽ സ്കൂൾ അധികൃതരുടെയും KSEBിയുടെയും അടക്കം വീഴ്ച ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്കൂളും പരിസരവും കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി മരിച്ചു. ചികിത്സ നിഷേധിച്ചുവെന്ന് പരാതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിക്ക് ചികിത്സ നിഷേധിച്ചതായി പരാതി. സ്വകാര്യ ആശുപത്രിയെ കുടുംബം ആശ്രയിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മലപ്പുറം കൊണ്ടോട്ടി കോട്ടപ്പുറം സ്വദേശി സുരേഷിന്റെ മകൾ അശ്വതിയാണ് മരിച്ചത്. കുടുംബം ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്നാണ് കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രക്ഷിതാക്കൾ അശ്വതിയെ കൊണ്ടുപോയത്. പക്ഷേ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട ഒരു പരിഗണനയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. ആരോഗ്യനില വളരെ മോശമായിട്ടും ഗൗരവത്തോടെ ഡോക്ടർമാർ പരിഗണിച്ചില്ല. വെന്റിലേറ്റർ സൗകര്യമില്ലെന്ന് അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ നിന്ന് കോഴിക്കോട് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒരു ദിവസത്തെ തന്നെ ചിലവ് താങ്ങാവുന്നതിലും അധികമായി. നാട്ടുകാരാണ് ഈ നിർധന കുടുംബത്തെ സഹായിച്ചത്. പിന്നീട് മുക്കത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് രോഗം മൂർച്ഛിച്ച് അശ്വതിയുടെ മരണം. മെഡിക്കൽ കോളേജിനെതിരെ ആരോഗ്യമന്ത്രിക്ക് കുടുംബം പരാതി നൽകി. എന്നാൽ നിലവിലുള്ള 26 വെന്റിലേറ്ററുകളിൽ ഒഴിവില്ലാത്തതിനാലാണ് നൽകാതിരുന്നത് എന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. സൗദിയിൽ 7 മാസം പ്രായമായ സയാമീസ് ഇരട്ടകളായ പെൺകുഞ്ഞുങ്ങളെ വേർപെടുത്തി. ശരീരങ്ങൾ തമ്മിൽ പരസ്പരം ഒട്ടിച്ചേർന്ന നിലയിൽ ജനിച്ച സൗദി അറേബ്യയിലെ സയാമീസ് ഇരട്ടകളെ വിജയകരമായി ശസ്ത്രക്രിയയിലൂടെ വേർപെടുത്തി. റിയാദിലെ നാഷണൽ ഗാർഡ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയുടെ ഭാഗമായ കിങ് അബ്ദുള്ള സ്പെഷ്യലിസ്റ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ നടന്ന സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് ഇരട്ടകളായ ലാരയെയും യാറയെയും വേർപെടുത്തിയത്. 7 മാസം പ്രായമുള്ള ഇരട്ടകൾ അടിവയറ്റിലും പെൽവിസിലും ഒട്ടിച്ചേർന്നാണ് ജനിച്ചത്. 7 മാസം പ്രായമുള്ള ഇരട്ടകൾ അടിവയറും പെൽവിസും ഒട്ടിച്ചേർന്നാണ് ജനിച്ചത്. വൻകുടൽ, മലാശയം, മൂത്രാശയം, പ്രത്യുൽപാദന സംവിധാനങ്ങൾ, പെൽവിക് അസ്ഥി എന്നിവയുടെ ഭാഗങ്ങളാണ് ചേർന്നിരുന്നത്. പീഡിയാട്രിക് സർജറി, അനസ്തീഷ്യ, യൂറോളജി, ഓർത്തോപീഡിക്സ്, പ്ലാസ്റ്റിക് സർജറി, നഴ്സിംഗ് എന്നിവയിലെ കൺസൾട്ടന്റുകൾ ഉൾപ്പെടെ 38 വിദഗ്ധരുടെ സംഘം സംയോജിതമായി നടത്തിയ സൂക്ഷ്മമായ ശസ്ത്രക്രിയ 12.5 മണിക്കൂർ നീണ്ടുനിന്നു. അതീവ സങ്കീർണമാണെങ്കിലും വേർപിരിയൽ സാധ്യമാണെന്ന് വിപുലമായ വിലയിരുത്തലിന് ശേഷമാണ് മെഡിക്കൽ സംഘം ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങിയത്. 2024 നവംബർ 5-നാണ് യാറയും ലാറയും ജനിച്ചത്. 35 വർഷത്തിനിടെ 27 രാജ്യങ്ങളിൽ നിന്നുള്ള 150 കേസുകൾ അവലോകനം ചെയ്ത സൗദി കൺജോയിന്റ് ട്വിൻസ് പ്രോഗ്രാമിന് കീഴിലുള്ള 65ാമത്തെ വിജയകരമായ ശസ്ത്രക്രിയയാണിത്. തിരുവനന്തപുരത്ത് 5ാം ക്ലാസ്സുകാരനോട് മാതാവിന്റെ കൊടും ക്രൂരത. 5ാം ക്ലാസ്സുകാരനെ അമ്മയും സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. ചെമ്പഴന്തി ആനന്ദീശത്തെ കുട്ടിയുടെ അമ്മ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. പോത്തങ്കോട് സെന്റ് തോമസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ സനുഷിനെയാണ് അമ്മയും സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ചൂരൽ കൊണ്ട് കുട്ടിയുടെ 2 കാലും കൈയും അടിച്ചു പൊട്ടിച്ചു. അടികൊണ്ട് നിലത്ത് വീണിട്ടും കഴുത്തിൽ കുത്തിപ്പിടിച്ച് വീണ്ടും മർദ്ദിച്ചു. ട്യൂഷന് പോകാത്തതിനാലാണ് കുട്ടിയെ മർദ്ദിച്ചത്. സുഹൃത്തിനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതും അമ്മയെ ചൊടിപ്പിച്ചു എന്നാണ് വിവരം. നേരത്തെയും സമാനമായ രീതിയിൽ ഉപദ്രവിച്ചെന്ന് കുട്ടി പറഞ്ഞു. സ്കൂളിൽ പോയിട്ട് പേടിച്ച് കുട്ടി അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ചോദിച്ചപ്പോഴാണ് മർദ്ദനത്തിന്റെ കാര്യം പറഞ്ഞത്. കുട്ടിയുടെ മാതാവ് അനു, സുഹൃത്ത് പ്രണവ് എന്നിവർക്കെതിരെയാണ് പരാതി. കുട്ടി തിരുവനന്തപുരം SCT ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
സിനിമാ ലോകം. രജനീകാന്തിന്റെ കൂലി 150 കോടി. രജനീകാന്ത് നായകനാകുന്ന കൂലിയിലെ ഞെട്ടിക്കുന്ന കൂലികൾ പുറത്ത്. സംവിധായകൻ ലോകേഷ് കനകരാജ് വാങ്ങുന്ന പ്രതിഫലം 50 കോടി രൂപയാണത്രേ. സംവിധായകൻ വാങ്ങുന്നതിന്റെ 3 ഇരട്ടിയാണ് രജനിയുടെ പ്രതിഫലം, 150 കോടി രൂപ. ചിത്രത്തിന്റെ ആകെ ബജറ്റ് 350 കോടിയാണ്. തന്റെ മുൻ ചിത്രമായ വിജയ് നായകനായ ലിയോയ്ക്ക് 25 കോടിയായിരുന്നു ലോകേഷ് വാങ്ങിയ പ്രതിഫലം. ചിത്രം വൻ ഹിറ്റായതോടെ ലോകേഷ് പ്രതിഫലം ഇരട്ടിയാക്കി. എന്നാൽ ഒരു സിനിമയ്ക്ക് 30 കോടി പ്രതിഫലം വാങ്ങിയിരുന്ന അല്ലു അർജുൻ നായകനാകുന്ന തന്റെ പുതിയ ചിത്രമൊരുക്കാൻ 80 കോടി പ്രതിഫലം വാങ്ങി ഏറ്റവും അധികം പ്രതിഫലം പറ്റുന്ന തമിഴ് സംവിധായകൻ എന്ന പേര് നിലനിർത്തിയിട്ടുണ്ട്. പ്രതിഫലം വാങ്ങാതെ ഇന്ത്യൻ 3-ൽ കമൽ ഹാസൻ. രാജ്യസഭ MP ആയി നാമനിർദ്ദേശം ചെയ്തതിന്റെ ആഹ്ലാദം പങ്കിടാൻ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ പോയ്സ് ഗാർഡനിലെ വസതിയിൽ ഉലക നായകൻ. തമിഴ് സിനിമാ ലോകത്തിന്റെ ശക്തി സ്തംഭങ്ങളായ ഇരുവരും തമ്മിലുള്ള അഗാധ സൗഹൃദവും പരസ്പര ബഹുമാനവും അനുകരണീയമാണ്. മക്കൾ നീതി മയ്യം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം രജനീകാന്തിന്റെ പിന്തുണ നേടി 2021 ഫെബ്രുവരി 20-ന് പോയ്സ് ഗാർഡനിൽ കമൽ ഹാസൻ എത്തിയിരുന്നു. അതേസമയം പ്രതിഫലം വാങ്ങാതെ ഇന്ത്യൻ 3-യുടെ തുടർ ചിത്രീകരണത്തിൽ പങ്കെടുക്കാൻ കമൽ ഹാസനും സംവിധായകൻ ശങ്കറും തീരുമാനിച്ചു. ഇന്ത്യൻ 2-ന് കനത്ത പരാജയമുണ്ടായ സാഹചര്യത്തിൽ 3-ാം ഭാഗം ഉപേക്ഷിച്ചുവെന്ന് വാർത്തകളുണ്ടായിരുന്നു. ജാനകിക്കൊടുവിൽ നീതി. സുരേഷ് ഗോപിയുടെ തീപ്പൊരി ഡയലോഗും അനുപമ പരമേശ്വരന്റെ ഉജ്ജ്വല പ്രകടനവുമായി JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മികച്ച സ്വീകാര്യത നേടുന്നു. സുരേഷ് ഗോപിയും മകൻ മാധവ് സുരേഷും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ശ്രദ്ധ പിടിച്ചുപറ്റി. ദിവ്യ പിള്ള, ശ്രുതി രാമചന്ദ്രൻ, അസ്കർ അലി, യദു കൃഷ്ണൻ, ബൈജു സന്തോഷ്, ശോഭി തിലകൻ എന്നിവരും മികച്ച കഥാപാത്രങ്ങളുമായി എത്തി. പ്രവീൺ നാരായണനാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഇളനീരിന്റെ ആരോഗ്യ ഗുണങ്ങൾ. പ്രകൃതിദത്ത പാനീയമായ ഇളനീരിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, മാംഗനീസ്, ക്ലോറൈഡ് എന്നിവയുടെ കലവറയായി ഇളനീർ ക്ഷീണമകറ്റാൻ മാത്രമല്ല പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഉത്തമമാണ്. വിറ്റാമിൻ സി, പ്രോട്ടീൻ, മഗ്നീഷ്യം എന്നിവയും ശരീരത്തിന് നല്ലതാണ്. ഇളനീരിലുള്ള ലോറിക് ആസിഡ് അണുബാധയും മൂത്രാശയ രോഗങ്ങളും തടയാൻ ഫലപ്രദമാണ്. കൂടാതെ ഗർഭിണികളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അകറ്റാനും ഇളനീർ കുടിക്കുന്നത് നല്ലതാണ്. വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ഇളനീർ മികച്ച ഔഷധമാണ്. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.